ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ HSST ബോട്ടണി എക്സാമിന് ശേഷം നമ്മളൊരു LP-UP സീരീസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനൊരു തുടക്കം ഇവിടെ കുറിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മുടെ HSST കഴിഞ്ഞ് ഇനി ഉടനെ വരാനിരിക്കുന്ന നമ്മുടെ ഈ ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ വരുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് ഇനിയുള്ളത് നമ്മുടെ LP-UP ആണ്. അതിനുശേഷം HSA ഉണ്ടാവും, വീണ്ടും HSST, ആ ഒരു സൈക്കിളിലാണ് ഇപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു എക്സാമാണ് ഈ പറഞ്ഞ LP-UP എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിക്കാം എന്നുള്ള ഒരു ഒരു ചിന്തയുടെ പുറത്താണ് ഇങ്ങനൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട്. നമ്മൾ ഒരു നമ്മുടെ ഒരു ഊഹം വെച്ചിട്ട് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ, ഈ ഒരു LP-UPയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നമ്മുടെ ഡിസംബറിലായിരിക്കാം. അപ്പോൾ ഡിസംബർ വരെ നമ്മുടെ കയ്യിൽ സമയമുണ്ട്. അപ്പോൾ ഇത്രയും സമയമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാതിരുന്നാൽ ലാസ്റ്റ് നമ്മൾ ഓടിയിട്ട് ഭയങ്കര ഹറിബറിയായിട്ട് ഭയങ്കര സീനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ കുറച്ച് പഠിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ബാക്കി സമയം, അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞുള്ള ഒരു 2-3 മാസം നമുക്കിത് റിവൈസ് ചെയ്യാനുള്ള സമയവും കിട്ടും. ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതേപോലെ നമ്മുടെ HSST ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആകെയുള്ള ഒരു ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്ന മലയാളം നമ്മളെല്ലാവരും മിക്കവരും തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് മലയാളം പഠിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സിലബസ് വളരെ കുറവാണ് നമ്മൾ HSST ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. നമ്മുടെ സ്വന്തം ഭാഷയിലായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കാം. മലയാളം ചില ടേംസൊക്കെ ഇപ്പോൾ സയൻസിലേക്കൊക്കെ വരുമ്പോൾ, അതുപോലെ സൈക്കോളജി നമ്മൾ BEd ഒക്കെ ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് മലയാളത്തിലോട്ട് പഠിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് വായിച്ചൊരു ശീലമായി കഴിയുമ്പോൾ അത് സെറ്റായിക്കോളും. അപ്പോൾ ഇന്നിവിടെ ഞാൻ നമ്മുടെ സിലബസ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്, നമുക്ക് ഓരോ ടോപ്പിക്ക് നാളെ തൊട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകാം. അതിൽ മാത്സ് മാത്രം നിങ്ങൾ തന്നെ പഠിക്കണം. കാരണം മാത്സ് ഞാൻ പറഞ്ഞു തരാനും മാത്രം അത്ര എക്സ്പേർട്ടല്ല. ബാക്കിയുള്ള സബ്ജക്ട്സ് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. മാത്സ് നിങ്ങൾ കൂടെ നിങ്ങൾ തന്നെ, അതിന് നല്ലൊരു ചാനൽ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ട്രിക്ടേൺ നല്ലൊരു ചാനലാണ് മാത്സ് പഠിക്കാൻ. ഞാനത് നോക്കിയിട്ടാണ് മാത്സ് പഠിക്കാറ്. സിമ്പിളായിട്ടുള്ള മാത്സൊക്കെ ഉള്ളൂ, എന്നാലും ഒരു നല്ലൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ കിട്ടുന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ എന്നെക്കൊണ്ട് മാത്സിൽ എനിക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മാത്സ് മാറ്റി വെച്ച് ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ ഒന്നിച്ച് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് LP-UPയുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇതിൽ നമുക്ക് ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയുവാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല, പുതിയതായിട്ട് ഈ ഒരു BEd ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർ, അല്ലെങ്കിൽ BEd പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇത് പ്രിപ്പയർ ചെയ്യാൻ വരുന്നവർ, നിങ്ങൾ KTET പാസ്സായിരിക്കണം. KTET 2ഉം 3ഉം രണ്ടും പാസ്സാവാൻ ശ്രമിക്കുക. മെയിനായിട്ട് KTET 2 ആണ് നമ്മുടെ UPക്ക് വേണ്ടിയിട്ട് പറയുന്നത്. 3 ഉണ്ടെങ്കിൽ 2 വേണ്ട എന്നായിരുന്നു നിയമം. പക്ഷേ ഇവർ ഇടയ്ക്ക് വെച്ചിട്ട് 2 വേണം UP എഴുതണമെങ്കിൽ എന്നൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ BEd പഠിക്കുന്നവരാണെങ്കിൽ KTET ആദ്യം പാസ്സാവുക. KTET 2ഉം 3ഉം രണ്ടും പാസ്സാവുക. അതിനുശേഷം വേണം ഈ എക്സാംസ്. അത് കഴിഞ്ഞ് അത് കിട്ടിയെങ്കിലേ നമുക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെക്കുക. അപ്പോൾ നോക്കുക, നമ്മുടെ സിലബസിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് കേരള ചരിത്രമാണ്. അപ്പോൾ അതിൽ നമുക്ക് കേരളത്തിൽ നടന്നിട്ടുള്ള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഇത് നമ്മുടെ ജനറൽ PSCയിലും ഒക്കെ വരുന്ന ടോപ്പിക്ക്. ഇപ്പോൾ HSSTയിൽ പോലും ഈവൻ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കുന്ന ഈ ഒരു LP-UP സിലബസ് പഠിക്കുന്നത് വഴി നമുക്ക് ഈ ഒരു എക്സാം മാത്രമല്ല വേറെ PSC എക്സാംസിനും വളരെ ഉപകാരപ്പെടും എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കേരള ചരിത്രം പഠിക്കും. അതിൻ്റെ അണ്ടറിൽ ഈ പറഞ്ഞ കലാപങ്ങൾ, പിന്നെ കേരള നവോത്ഥാന നായകരെ പറ്റിയിട്ട് കുറച്ച് പേരെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഈസിയായിട്ട് പഠിക്കാം. പിന്നെ കുറച്ച് സത്യാഗ്രഹങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. കേരള ചരിത്രം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് ഫ്രീഡം ലീഡേഴ്സിനെ പറ്റി, അവരെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ലോകചരിത്രം,
ലോക ചരിത്രത്തിൽ ഈ പറഞ്ഞ പല നദീതട സംസ്കാരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രത്തിലേക്ക് വരുമ്പം ആകെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളൂ, വലിയ സിലബസ് ഒന്നും ഇല്ല. നമ്മൾ സ്കൂൾ UP ലെവലിലേക്കുള്ള എക്സാമല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ സാമ്പത്തിക ശാസ്ത്രം, ബാങ്കുകളെ പറ്റി പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് രാഷ്ട്രതന്ത്രശാസ്ത്രം, നമ്മുടെ ഭരണഘടനയെ പറ്റിയിട്ടും മൗലികാവകാശങ്ങളെ പറ്റിയിട്ടും, ഇതൊക്കെ നമ്മൾ എല്ലാ PSCയിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പഠിക്കുകയാണെങ്കിൽ അവിടെ നമുക്കതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ സമൂഹശാസ്ത്രം, അതിൽ 2 ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് കവർ ചെയ്യാം. പിന്നെ അടുത്ത ഭൗതികശാസ്ത്രം, അതായത് നമ്മുടെ ഫിസിക്സ്. അപ്പോൾ ഈ ഫിസിക്സ് നമ്മുടെ സയൻസ് സബ്ജക്ട്സിലേക്കും സൈക്കോളജിയിലേക്കും വരുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉള്ളത്. കാരണം മലയാളത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെയാണുള്ളത്, അതൊക്കെ നമുക്ക് കവർ ചെയ്യാം, പേടിക്കാനൊന്നുമില്ല. കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. പിന്നെ അതേപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ രസതന്ത്രം, നമ്മുടെ കെമിസ്ട്രിയിലും ഇതുപോലെ കുറച്ച് നമ്മുടെ സ്കൂൾ ലെവലിലെ കുട്ടികൾ പഠിക്കുന്ന കുറച്ച് ടോപ്പിക്സ്, ഒരു 10ാം ക്ലാസ് വരെയുള്ള ആ ഒരു ലെവലോ നോക്കിയാൽ മതി. അപ്പോൾ ആ ടോപ്പിക്സൊക്കെ ഉണ്ട്, നമുക്കത് നോക്കണം. പിന്നെ നമ്മുടെ ബയോളജി, ജീവശാസ്ത്രം സിമ്പിളാണ്. എൻ്റെ സബ്ജക്റ്റ് വന്നിട്ട് ബയോളജിയാണ്, അപ്പോൾ അതുകൊണ്ട് സിമ്പിളാക്കി നമുക്കത് സെറ്റാക്കാം. പിന്നെ അതിന് ശേഷം മാത്സ് ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ തന്നെ വേണം മാത്സ് നോക്കാൻ. അത് നമ്മൾ ഈ ഓരോ ടോപ്പിക്ക് പഠിക്കുന്ന കൂടെ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് മാത്സിൻ്റെ ഓരോ ടോപ്പിക്സ് വീതം നിങ്ങൾ ഓരോ ദിവസവും എക്സ്ട്രാ ഒരു 1 മണിക്കൂർ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അതിന് ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട്, സിമ്പിളായിട്ട് പഠിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ BEd ഒക്കെ കഴിഞ്ഞ് വന്നവരാണ്, ഇഷ്ടംപോലെ സൈക്കോളജി നമ്മൾ പഠിച്ചു. പക്ഷേ ഇത് മലയാളത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. നമ്മൾ ആളുകളുടെ പേരും കാര്യങ്ങളൊന്നും മാറുന്നൊന്നുമില്ലല്ലോ, കുറച്ച് ടേംസ് നമ്മൾ പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ, അത് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പം സൈക്കോളജി. പിന്നെ ഇത് കഴിഞ്ഞ് ഇംഗ്ലീഷുണ്ട്. ഇംഗ്ലീഷൊക്കെ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, ബേസിക്കായിട്ടുള്ള ഗ്രാമറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ പെഡഗോഗിയുണ്ട്. പെഡഗോഗി നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ മലയാളവും ഈ പറഞ്ഞ പോലെ നല്ല കട്ടിയുള്ള മലയാളം വരുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു സിലബസിൽ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കണം. എല്ലാ സബ്ജക്ട്സിൽ നിന്നും നമുക്ക് സിലബസിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ടു കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട് 2 മാർക്ക് എന്നും പറഞ്ഞ്. ഇപ്പോൾ സയൻസ് സബ്ജക്ട്സിൽ നോക്കുക, കറണ്ട് അഫയേഴ്സ് റിലവൻറ്റ് ടു ദിസ് ടോപ്പിക്. ഇപ്പോൾ ഫിസിക്സിൽ എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ്, മോക്ക് ടെസ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നാളെ തൊട്ട് ഈ ഒരു സിലബസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ഡിസംബർ ആകുമ്പോഴത്തേക്കും ഈ സിലബസ് കംപ്ലീറ്റ് ആവുന്ന രീതിയിലായിരിക്കും നമ്മുടെ സീരീസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇതൊന്ന് ലിങ്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാവുന്നതാണ്. പിന്നെ അതേപോലെ ഈ ഒരു സിലബസ് നമ്മൾ പഠിക്കുന്ന കൂടെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ പഠിക്കേണ്ട അല്ലെങ്കിൽ വായിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കൊക്കെ. ഒരു 5ാം ക്ലാസ് തൊട്ട് 10 വരെയുള്ള ടെക്സ്റ്റ് നമ്മൾ വായിക്കണം. അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതായത് നമ്മുടെ ടെക്സ്റ്റ് വായിക്കുന്ന വീഡിയോസും ഞാൻ കൂടെ അപ്ലോഡ് ചെയ്യാം. അതൊരു സെക്ഷനായിട്ട് ഒരു ഫോൾഡറാക്കി ഇട്ടേക്കാം. അപ്പോൾ അതും കൂടി നിങ്ങൾ വായിച്ചു പോകണം. സിലബസ് നമ്മൾ മെയിനായിട്ട് സിലബസ് ഫോക്കസ് ചെയ്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്ലസ് നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് ആ ടെക്സ്റ്റ് ബുക്ക് ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് പറ്റുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചും കൂടി പോകാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ കൂടുന്നവർ സ്വന്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടാവണം. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന നോട്ട് വെച്ചിട്ടായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിലും നിങ്ങളുടേതായിട്ടുള്ളൊരു നോട്ട് ഉണ്ടായിരിക്കണം. നമുക്ക് ലാസ്റ്റ് ഒരു റിവിഷൻ വേണ്ടി വരുമ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും നോട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നോട്ട്, നിങ്ങൾ പഠിപ്പിക്കുന്ന കൂടെ വീഡിയോ കാണുന്ന കൂടെ നോട്ടും കൂടി പ്രിപ്പയർ ചെയ്ത് പോവുക. സിമ്പിളായിട്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം. നാളെ തൊട്ട് നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നാളെ കാണാം നമുക്ക്.